പ്രാവശ്യം ഒരേ ടൈമിൽ ചെക്ക് ചെയ്തു. അങ്ങനെ ഈ കുട്ടി ഇത്രയും വർഷം ജീവിച്ചിട്ട് ഇതിൽ കുട്ടി മാറിയെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിൽ അന്ന് ആ ഹോസ്പിറ്റലിന് തെറ്റ് പറ്റിയതായിരിക്കാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒരു ഇഷ്യൂ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇത് 1 അല്ല 2 അല്ല 5 അല്ല 10 അല്ല 22 വർഷം മുൻപ് നടന്നൊരു കാര്യമാണ്. കഥയല്ല, കാര്യം ശരിക്കും നടന്നൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ നിങ്ങളുടെ പരിചയത്തിലോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ സ്റ്റോറി അല്ല, സത്യമായിട്ട് നടന്ന കാര്യം. ഈ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും നമുക്കറിയാലോ. അപ്പോൾ ഇത് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുന്നേ ഒരു ദമ്പതികൾ, അവർക്ക് ഒരു കുട്ടി ഉണ്ടായി. കുട്ടി ജനിച്ചു. ആ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. ജനിച്ചപ്പോൾ അവരുടെ വീട്ടിലുള്ള എല്ലാവരുടെ ബ്ലഡ് ഗ്രൂപ്പും ബി പോസിറ്റീവ് ആയിരുന്നു. അതായത് ഈ ജനിച്ച കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലെ അച്ചാച്ചൻ, അമ്മാമ്മ, അതുപോലെ ആൻറ്റിമാർ, അങ്കിൾമാർ, അങ്ങനെ എല്ലാവരും ഫാമിലിയിലുള്ളത് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഈ കുട്ടി ജനിച്ചപ്പോൾ ഈ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും ചെക്ക് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെയും ബി പോസിറ്റീവ്. അങ്ങനെ ആ അച്ഛനും അമ്മയും ആ കുട്ടീനെയും കൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു. ആ കുട്ടി വളർന്നു, അംഗനവാടിയിൽ പോയി തുടങ്ങി, LKG പോയി തുടങ്ങി, 1, 2 അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അവളുടെ കോളേജ് പഠനകാലം കഴിഞ്ഞു. ഇങ്ങനെ അവൾ കല്യാണം കഴിഞ്ഞിട്ട് അവളും ഗർഭിണിയായി. അപ്പോൾ ഗർഭിണിയായ സമയത്ത് ആണ് അവൾ പിന്നെ ഹോസ്പിറ്റലിലോട്ട് കയറുന്നത്. അതായത് അന്ന് ജനിച്ച 22 വർഷം മുന്നേ ജനിച്ച ആ കൊച്ച് പിന്നെ ഹോസ്പിറ്റലിൽ കയറുന്നത് അവൾക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഒരുപാട് ചെക്കപ്പും സ്കാനിങ് എഴുതി തരും. അതിൻ്റെ ഇടയിൽ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ബി പോസിറ്റീവ് ആണല്ലോ ഗ്രൂപ്പ്. അന്ന് ജനിച്ചപ്പോഴും ബി പോസിറ്റീവ് ആയിരുന്നു ഗ്രൂപ്പ്. അന്ന് ആ കുട്ടി ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പിൽ വന്ന റിസൾട്ട് ബി നെഗറ്റീവ്. അപ്പോൾ ആ കുട്ടി, അയ്യോ ഇതെന്ത്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്. എല്ലാ സ്കൂൾ റെക്കോർഡ്സ്, വേറെ എന്തൊക്കെ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഫോം ഫില്ല് ചെയ്തോ അതിലൊക്കെ ഈ കുട്ടി ബി പോസിറ്റീവ് എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ലൈസൻസിലും ഒക്കെ ബി പോസിറ്റീവാണ്. പക്ഷേ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് ബി നെഗറ്റീവ്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അല്ല ഡോക്ടറെ തെറ്റ് പറ്റിയതാണ്, എനിക്ക് ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓക്കെ, ഒന്ന് റീടെസ്റ്റ് ചെയ്യാം, നമുക്കൊന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതേ ഹോസ്പിറ്റലിൽ 3 പ്രാവശ്യം ഒരേ ടൈമിൽ ചെക്ക് ചെയ്തു. 3 വ്യത്യസ്ത ആൾക്കാർ ചെക്ക് ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് ബി നെഗറ്റീവ് തന്നെ. അപ്പോൾ ഈ ഡോക്ടർ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ തൃശ്ശൂർ പോളി എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടൊരു സ്ഥാപനമുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയും ഭർത്താവും കൂടിയിട്ട് പോളിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിസൾട്ടും ബി നെഗറ്റീവ്. അപ്പോൾ അവർക്ക് ആകെ സംശയമായി, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്. ജനിച്ചപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തത് ബി പോസിറ്റീവ് ആണെന്നാണ്. അങ്ങനെ ഈ കുട്ടി ഇത്രയും വർഷം ജീവിച്ചിട്ട് ഇപ്പോൾ ആ കുട്ടി അറിയാണ് ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണ്. അപ്പോൾ അത് അവർക്ക് വലിയൊരു ഷോക്കായി മാറി. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല, വലിയൊരു ഷോക്കായി അവർക്ക്. അവർ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ശരിയാണ്, ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൺവേർട്ട് ആയത്. അപ്പം ഡോക്ടറോട് ചോദിച്ചു, ബി പോസിറ്റീവ് ആയിരുന്നു ആ കുട്ടി ആദ്യം, പിന്നീട് ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആയിട്ട് ബി നെഗറ്റീവായി, അപ്പം ഇങ്ങനെ സംഭവിക്കുമോ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നെങ്കിൽ അന്ന് ആ ഹോസ്പിറ്റലിന് തെറ്റ് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ പൊക്കിൾക്കുടിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ബ്ലഡ് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുക, അപ്പോൾ അതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് കൺവേർട്ട് ആയതായിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ജനിക്കുമ്പോൾ ആ കൊച്ച് ബി പോസിറ്റീവ് ആയിരുന്നു, പിന്നെ അവൾ രണ്ടാമത് ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബി നെഗറ്റീവ്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ കഥയല്ല, സത്യമായി നടന്ന കാര്യം. ഇതിലെ ആ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആയ കൊച്ച് വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് ചേഞ്ച് ആയത്. ഞാൻ ജനിച്ച സമയത്ത് ബി പോസിറ്റീവ് ആയിരുന്നു. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും, അമ്മ, പപ്പ, അനിയൻ, അമ്മാമ്മ, അപ്പാപ്പൻ, എൻ്റെ പപ്പയുടെ ഫാമിലി കഴിഞ്ഞു. ഇനി എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ അമ്മയുടെ ചേച്ചി, അനിയത്തി, ചേട്ടൻ, അവരുടെ ഭാര്യ, അവരുടെ കുട്ടികൾ എല്ലാവരും ബി പോസിറ്റീവ്. ഒരാൾ പോലും ചേഞ്ച് ആയിട്ടില്ല.
ഇങ്ങനെയുള്ള 2 ഫാമിലിയിൽ നിന്ന് ജനിച്ച ഞാൻ മാത്രം ബി നെഗറ്റീവായി. അതും ജനിച്ച ടൈമിൽ ഞാൻ ബി പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ബി നെഗറ്റീവ് ആയത്. അപ്പോൾ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ടെൻഷനൊന്നും അടിക്കണ്ട, ഫസ്റ്റത്തെ ബേബിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, എൻ്റെ സെക്കൻഡ് ബേബിക്ക് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നെഗറ്റീവ് ഗ്രൂപ്പായ കാരണം. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉണ്ണി, അതായത് എൻ്റെ സേറ ബി പോസിറ്റീവ് ആയിരുന്നു. ഞാൻ നെഗറ്റീവും എൻ്റെ ഉള്ളിൽ വളരുന്ന ബേബി പോസിറ്റീവും. മനസ്സിലായോ? ഒരു ശരീരത്തിൽ 2 ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പോൾ ഓടി നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 4500 ബിലോ റേറ്റ് ഉള്ള ഒരു ഇഞ്ചക്ഷൻ അടിച്ചു. ആൻറ്റി-ഡി എന്നാണ് ആ ഇഞ്ചക്ഷൻ്റെ പേര്. അതായത് എൻ്റെ അടുത്ത ബേബിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ച ഇഞ്ചക്ഷനാണത്. അതൊന്നല്ല നമ്മുടെ വിഷയം. ഞാൻ ജനിക്കുമ്പോൾ ബി പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ 22 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ബി നെഗറ്റീവായി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയതെന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ്. അല്ലെങ്കിൽ ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് അന്വേഷിക്കേണ്ടി വരും എന്താണ് സംഭവം എന്ന്. ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ അമല ഹോസ്പിറ്റലാണ്, തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റൽ. അത്യാവശ്യം പേര് കേട്ട ഹോസ്പിറ്റൽ തന്നെയാണ്. ആ ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ചത്. ഇനി ഹോസ്പിറ്റലുകാർക്ക് തെറ്റുപറ്റിയതാണോ എന്ന് എനിക്കറിയില്ല, അതോ എൻ്റെ വീട്ടുകാർക്ക് തെറ്റുപറ്റിയതാണോന്ന് അറിയില്ല. അന്ന് തന്ന ലിസ്റ്റിലൊക്കെ എൻ്റെ ബി പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് കുട്ടി ജനിക്കുമ്പോൾ വെയിറ്റും ബ്ലഡ് ഗ്രൂപ്പും സമയമൊക്കെ അവർ പറയുമല്ലോ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത ബേബി നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, അടുത്ത ബേബി പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത ബേബിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അപ്പോൾ വീണ്ടും എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കണം. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അബോർഷൻ സംഭവിച്ചാലും ഇഞ്ചക്ഷൻ അടിക്കണം. അപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കണതും നല്ല ഇഷ്യൂ. പോസിറ്റീവായി ഞാൻ എങ്ങനെ നെഗറ്റീവായി? ഏതെങ്കിലും ഡോക്ടേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. സത്യാവസ്ഥ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ബി പോസിറ്റീവ് ബി നെഗറ്റീവ് ആയി മാറിയതും, ബി പോസിറ്റീവ് അത് എ ബി പോസിറ്റീവ് ഓ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഓക്കെ, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഇത് നേരെ നെഗറ്റീവിലോട്ടായത്. പോസിറ്റീവുള്ള ആൾ നെഗറ്റീവാണ് ആയത്. ഞാൻ എൻ്റെ ലൈസൻസും എൻ്റെ എല്ലാ റെക്കോർഡ്സിലും ബി പോസിറ്റീവ് എന്ന് എഴുതിക്കണേ. പക്ഷേ ഇപ്പം ഞാൻ നെഗറ്റീവ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു ഡെലിവറിക്ക് പോയപ്പോൾ. ഒരു പക്ഷെ ഞാൻ ഡെലിവറിക്ക് ഇപ്പോൾ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പോസിറ്റീവ് എന്നുള്ള മൈൻഡിലായിരിക്കുള്ളൂ. എന്ത് ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ബേബീസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒന്ന് കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കാരണം ഇവരന്ന് ചെക്ക് ചെയ്തത് പൊക്കിൾ കൂടി നിന്ന് എടുത്തിട്ടാണെന്ന് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ബേബീസൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പോയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ബ്ലഡ് ചെക്ക് ഒന്ന് ചെയ്യുക. കാരണം ഗ്രൂപ്പ് അത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനൊരു അബദ്ധം പറ്റി. ഇപ്പോൾ എനിക്ക് ബേബി ഉണ്ടായി, ഇപ്പോൾ അവളുടെ ബി പോസിറ്റീവ് എന്നാണ് പറഞ്ഞത് ഡോക്ടർ. എന്നാലും ഞങ്ങൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ അവളെ ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യും കറക്റ്റ് ആണോ എന്ന് അറിയാം. കാരണം നമുക്ക് പേടിയായി, നമുക്കിനി ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. പോസിറ്റീവ് നെഗറ്റീവായി മാറി. അപ്പോൾ ഞാൻ ഇന്നിട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അവരായിട്ടൊന്ന് ചോദിക്കുക. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക, എന്നിട്ടൊന്ന് ചോദിക്കുക എന്താ സംഭവം എന്ന്. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് കാര്യം. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഉത്തരം കിട്ടണ്ടേ എന്താ സംഭവം എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.